ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മലയാളമാണ്. നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതെല്ലാം ഏതായിരുന്നു? ഡിഗ്രി ലെവലിൻ്റെ അല്ല, +2 ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മുടെ 2024 ഡിഗ്രി ലെവലിൽ ഒരു 7ഓളം എക്സാം നടത്തിയിട്ടുണ്ട്. ആ 7 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും മലയാളം സെക്ഷനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 70ഓളം ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതൊക്കെ എന്തായിരുന്നു? +2 ലെവലിൽ ചോദിച്ചിരിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ശരിയായ പദം ഏതാണ്? യാദൃച്ഛികം. ഇതാണ് ശരിയായത് അല്ലേ? ശരിയായ പദം എന്ന് പറഞ്ഞു. ചായും കൂടി വരുന്നതാണ് യാദൃച്ഛികം എന്ന് പറയുന്നത്. തെറ്റായ വാക്ക് തിരഞ്ഞെടുക്കുക. തെറ്റായതാണ് വേണ്ടത്. ഇവിടെ തെറ്റായത് വരുന്ന ഏതാണ്? ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു. ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ്. ഈ ഐക്യം എന്നല്ല, ഐകകണ്ഠേനയാണെന്നാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായ വാക്യം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായവ. ക്രമേണ എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ നാൾ കഴിയുമ്പോൾ ക്രമേണ ശരിയായിക്കോളും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ക്രമപ്പെടുത്തുക. എന്താണ്? ക്രമത്തിലാക്കുക എന്നുള്ളതാണ്. ക്രമികം, ക്രമമില്ലാത്ത വിധത്തിൽ. ഇത് തെറ്റാണ്. ക്രമാൽ ബലം പ്രയോഗിച്ച്, ഇതും തെറ്റാണ്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നഖശിഖാന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നഖശിഖാന്തരം, നഖം മുതൽ എന്താണ്? അതായത് അടി മുതൽ മുടി വരെ, അതാണ് നഖശിഖാന്തം എന്ന് പറയുന്നത്. അടി മുതൽ മുടി വരെ. ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ്, സ്വന്തം വാക്യം തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കാര്യം, അതായത് പറഞ്ഞത് പിൻവലിക്കുക അല്ലെ? നമ്മൾ പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? നമ്മൾ പിൻവലിക്കുന്നതിനെയാണ് ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന് പറയുന്നത്. കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം, പര്യായമല്ലാത്തതാണ് വേണ്ടത്. ഏതാണ്? നയനം, ലോചനം, ഈക്ഷണം എല്ലാം കണ്ണാണ്. മുഖുരമാണ് കണ്ണ് എന്നതിന്റെ പര്യായമല്ലാത്തത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് നയനം, ലോചനം നമുക്കറിയാം ഏതാണ്? കണ്ണാണ്. കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഈക്ഷണം എന്ന് പറഞ്ഞാലും എന്താണ്? കണ്ണാണ്. ശരിയായി പിരിച്ചെഴുതുക. ഏതാണ്? തിരുമുൾ കാഴ്ച. എന്താണ്? തിരുമുൻ പ്ലസ് കാഴ്ച. അടുത്ത ഏതാണ് പറഞ്ഞിരിക്കുന്നത്? 800. വിദ്യുത് ശക്തി. ചെയ്ത പ്ലസ് വൻ, ചെയ്തവൻ അല്ലല്ലേ, ചെയ്ത് പ്ലസ് അന്നാണ് ചെയ്തവൻ വരുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ ഏതാണ്? ശരിയായ പദം ചോദിക്കുമ്പോൾ തിരുമുൻ പ്ലസ് കാഴ്ചയാണ് തിരുമുൻ കാഴ്ച എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് മൂന്നിന്റെയും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ളത് എഴുതി വേണം പഠിക്കാനായിട്ട്. ഓക്കെ, തെറ്റ് തന്നിട്ടുള്ളത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ആക്കി പഠിച്ചു വെച്ചാൽ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ തെറ്റായിരിക്കും നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരാനായിട്ട് പോകുന്നത്. സമാന പദങ്ങൾ മാത്രം അടങ്ങിയ ഗണം തിരിച്ചറിയുക. മരം, തരു, ദ്രുമം ഒക്കെ നമ്മൾ മരമാണ്. പക്ഷെ ഉരകം എന്ന് പറഞ്ഞാൽ മരമല്ല. കാട്, കാനനം, കാന്താരം എന്ന് പറയുന്നത് എല്ലാം എന്താണ്? കാടിന്റെ പര്യായമാണ്. അപ്പൊ ഇത് ശരിയാണ്. കാമദേവൻ, മദനൻ, മാരൻ, ഹരൻ അതൊക്കെ തെറ്റാണ് അല്ലെ? ഇനി ആന, കരി, ഇഭം, കളഭം ഇതൊക്കെ തെറ്റ്. ഏതൊരെണ്ണം നമുക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? കാട്, കാനം, കാന്താരം എന്നുള്ളതാണ്. ആസ്തികൻ എന്ന പദത്തിന്റെ വിപരീതം. ആസ്തികൻ എന്താണ്? ഓപ്പോസിറ്റ് നാസ്തികനാണ്. ആസ്തികൻ, നാസ്തികൻ. ജാമാതാവ് എന്ന് പറയുമ്പോൾ ആരാണ്? അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് സ്നുഷ. ജാമാതാവ് സ്നുഷയാണ്. സ്നുഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 127/2024 ആണ്. വിഹകം എന്താണ്? പക്ഷേ ഇത് നമ്മുടെ +2 ലെവലിൽ ചോദിച്ചതാണ്. പ്രത്യേകം എന്ന പദം തിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിരിച്ചെഴുതുമ്പോൾ അത് പ്രതി പ്ലസ് ഏകമാണ് പ്രത്യേകം. പ്രതി പ്ലസ് ഏകം പ്രത്യേകം. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതം. സ്വാശ്രയം എന്താണ്? പരാശ്രയമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം. ശരിയാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 1000ഓളം. ഈ ഏകദേശം എന്ന് പറയുന്നതും ഓളം എന്ന് പറയുന്നതും സെയിം മീനിങ്. അപ്പൊ അവിടെ എന്തായാലും തെറ്റാണ്. ഉദ്ദേശം 1000ഓളം പേർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉദ്ദേശം, അതും ഏകദേശം സെയിം മീനിങ് തന്നെ അല്ലേ? അപ്പൊ അവിടെ ഉദ്ദേശവും ഓളം അത് രണ്ടും കൂടി വരില്ല. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിവിടെ ശരിയാണ്. ഏതാണ്ട് 1000ഓളം, അത് രണ്ടും ഏകദേശം സെയിം മീനിങ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. കാട് എന്ന വാക്കിന്റെ പര്യായ പദം അല്ലാത്തതാണ് വേണ്ടത്. അചലമാണ്. അചലം കാടിന്റെ പര്യായം. അപ്പൊ കാടിന്റെ പര്യായം പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? വിപിനം, അടവി, അതേപോലെ കാനനം. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം. അവതാരകൻ, അവതാരക അല്ലെ? അവതാരകയാണ്.
നമ്മൾ അവതാരിക എന്നൊക്കെ വിചാരിക്കും, അവതാരകൻ അവതാരകയാണ്. ഈ ഇന്നങ്ങ് മാറ്റിയാൽ മതി. അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത്? അമെൻമെന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? അത് ഭേദഗതിയാണ്. ഭേദഗതി, അമെൻമെന്റ്. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഭഗീരഥ പ്രയത്നം അതികഠിനമായ പ്രവൃത്തിയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ശരിയായ രൂപം ഏത്? ഏതാണ് ശരിയായ രൂപം? അത് ജഡം. ഈ ടായാണ്. ടാഠാഡാഠാണയില് നമുക്ക് ഏതാണ് വരേണ്ടത്? ഈ മൂന്നാമത്തതാണ് ജഡത്തിന് വരേണ്ടത്. മനസ്സ് എന്നതിന്റെ പര്യായ പദം ഏത്? മനസ്സ്. മനസ്സെന്ന് പറഞ്ഞാൽ ഏതാണ്? മതി. മതിയാണ് മനസ്സ്. മനസ്സ് എന്നതിന്റെ പര്യായമാണ് മതി എന്നുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഏതാണ് ഇവിടെ ശരിയായ പദം വരേണ്ടത്? അത് കവിയിത്രിയാണ്. കവിയിത്രിയാണ് ശരിയായത്. യാദൃച്ഛികം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. യാദൃച്ഛികമല്ല, ഇവിടെ എന്താണ്? ഇങ്ങനെയാണ് വരേണ്ടത്, യാദൃച്ഛികം. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. അതിതാണ് തിഥി. ഇപ്പൊ എങ്ങനെയാണ് ബാഷ്പാഞ്ജലി എഴുതുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ജലി പഠിച്ചതാണ് അല്ലേ? അഞ്ജലി എങ്ങനെയായിരുന്നു? ഇവിടെ ഓർക്കുക, ആദരാഞ്ജലി, അഞ്ജലി, ബാഷ്പാഞ്ജലി എല്ലാം വരുമ്പോഴേക്കും നമുക്ക് ആദ്യം ഞായാണ് കേട്ടാ വേണ്ടത്. ഞാ എഴുതിയിട്ട് വേണം ജാ എഴുതാൻ. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങനെയും എഴുതാം. അല്ലാണ്ട് ജാ കഴിഞ്ഞല്ല ഞാ വേണ്ടതെന്ന് ഓർത്തിരിക്കുക. ശരിയായ വാക്യം ഏതാ? മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ അവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും. ഇവിടെ ഒഴിച്ചുകൂടാനാവാത്തത്, അത്യന്താപേക്ഷിതം, രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്താണ്? അവിടെ അത് രണ്ടും കൂടി ഒരുമിച്ച് വരേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്താണ്? അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്ന. അമ്മയോ അച്ഛനോ ആണ്, അല്ലാണ്ട് ഇവിടെ ഓ വരുന്നതും ആ ഒരു ഇത് വേണ്ട. അതേപോലെ ഭാര്യ അയാൾ സദാ എപ്പോഴും. സദാ എന്ന് പറയുന്നതും എപ്പോഴും എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്. അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇതാണ് ഇവിടെ ശരിയായ പദം എന്ന് പറയുന്നത്. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് കോഫി ടു ടീ. ഇവിടെ ഇംഗ്ലീഷിലും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കോഫി പ്രിഫർ ടു ആണ് കേട്ടോ വരേണ്ടത്. കോഫി ടു ടീ എന്താണ് പറയുന്നത്? നിഷയ്ക്ക് കോഫിയും ചായയും ഇഷ്ടമല്ല എന്നാണോ പറയുന്നത്? അല്ല, നിഷയ്ക്ക് ചായയേക്കാൾ ഇഷ്ടം പ്രിഫർ കോഫി ടു ടീ. ടീ അതായത് ചായ അപേക്ഷിച്ച് കോഫിയാണ് ഇഷ്ടമെന്നാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒറ്റപ്പദമാണ്. പൊക്കമുള്ളവനെ പറയുന്ന പേരാണെന്ത്? പ്രാംശു. പ്രാംശു ആണ് ഒറ്റപ്പദം. പൊക്കമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രാംശു ആണ്. അഗ്നിയുടെ പര്യായപദം അല്ലാത്തത്. അപ്പൊ അഗ്നിയുടെ പര്യായപദം നിങ്ങൾ പഠിച്ചു വെക്കുക. അനലൻ അഗ്നിയുടെ പര്യായമാണ്. വൈശ്വാനരൻ, ശിഖി ഇതെല്ലാം അഗ്നിയാണ്. അഗ്രിമനാണ് പര്യായപദം അല്ലാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? വിപരീതമാണ് വേണ്ടത് അല്ലെ? തിക്തം. തിക്തം എന്ന് പറഞ്ഞാൽ തിക്തമായ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ എന്നൊക്കെ പറയില്ല. അപ്പൊ എന്തായിരിക്കും ഓപ്പോസിറ്റ്? മധുരമാണ്. ഉപ്പും ചോറും തിന്നുക. ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ്? കറിയില്ലാതെ ചോറ് മാത്രം കഴിക്കുക, വാരി വലിച്ച് കഴിക്കുക, നന്ദി കാണിക്കുക, ആശ്രിതനായി കഴിക്കുക. എന്താണ്? ഞാൻ അവന്റെ ഉപ്പും ചോറിൽ നിന്നാണ് വളർന്നത്, ഞാൻ അവന്റെ ആശ്രിതനായിട്ടാണ് വളർന്നത് എന്നുള്ളതാണ് മീനിങ്. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പൊ ആദ്യം കുറവാണ് വരേണ്ടത്. അപ്പൊ ഇത് രണ്ടുമല്ല. ന്യൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നിശ്ചയമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരേണ്ടത്. പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ. സ്നുഷയുടെ പുല്ലിംഗ ശബ്ദമാണ്. ജാമാതാവ്. നേരത്തെ തിരിച്ചാണ് ചോദിച്ചത്. ജാമാതാവിന്റെ സ്ത്രീലിംഗ ശബ്ദം ചോദിച്ചു അല്ലെ? ദൗഹിത്രൻ എന്താണ്? ദൗഹിത്രി. അതേപോലെ ഭാഗിനേയൻ. ഭാഗിനേയൻ ആരാണ്? ഭാഗിനേയ. ഓക്കെ, വാക്യം ചേർത്തെഴുതുക. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലാതിരുന്നതിനാൽ ആശയ്ക്ക് വിശക്കുന്നു. തെറ്റല്ലേ? ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ടല്ല വിശക്കുന്നത്. ആശയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു യോജിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലാതിരുന്നതിനാലാണ് ആശയ്ക്ക് വിശക്കുന്നത് ആണോ? അതുമല്ല. എന്താണ്? ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്താണ് സംഭവിച്ചത്? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വാക്ക് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഏതാണ്? അത് ലേഖകനാണ് ശരിയായിട്ട് വരുന്നത്. നിഘണ്ടു എങ്ങനെയാണ് എഴുതേണ്ടത്? നിഘണ്ടു. ഇതാണ് നിഘണ്ടുവിന്റെ ശരിയായി എഴുതേണ്ടത്. ശബ്ദം നമുക്കറിയാം. ശബ്ദം. കൃത്യനിഷ്ഠ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? കൃത്യനിഷ്ഠ. ഇതാണ് കേട്ടോ കൃത്യനിഷ്ഠ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്ത്? പൂജക ബഹുവചനം കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ. കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അലിംഗ ബഹുവചനമാണ്. അപ്പൊ ഗുരുക്കളാണ് ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം.
പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തതാണ് വേണ്ടത്. എന്താണ്? ജനകൻ. അപ്പൊ പഠിച്ചു വെക്കുക, പുത്രന്റെ പര്യായ പദങ്ങളാണ് തനയൻ, ആത്മജൻ, തനുജൻ എന്നുള്ളത്. പര്യായ പദം അല്ലാത്തത് ജനകനാണ്. തീ പ്ലസ് കനൽ, എന്തായിരിക്കും തീ പ്ലസ് കനൽ എന്ന് പറയുന്നത്? തീക്കനൽ. രാജാവും ഋഷിയുമായവനാണ് ആര്? രാജർഷി എന്ന് പറയുന്നത്. രാജാവും ഋഷിയുമായവനാണ് രാജർഷി. സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. സുധൻ ആരാണ്? സുധ. സുധയാണ് സുധന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത്. 800 എന്ന പദം പിരിച്ചെഴുതുക. 800 n+100 നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതെന്നുള്ളതായിരുന്നു. അതിലും ഇത് തന്നിട്ടുണ്ടായിരുന്നു 800. അപ്പൊ 800 എന്ന് പറഞ്ഞാൽ എന്താണ്? n+100 കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കൂപമണ്ഡൂകം അതായത് ലോകവിവരമില്ലാത്തവൻ, കിണറ്റിനുള്ളിലെ തവള, അതാണ് കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. അവന് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ലോകവിവരമില്ലാത്തവനെയാണ് കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. മേഘം എന്നർത്ഥം വരുന്ന പദമേത്? മേഘം. മേഘമേതാണ്? വാരിധം. വാരിധമാണ് വാരിധം, മേഘം. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം. ദൃഢം എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ഉറപ്പുള്ളത്. അപ്പൊ ശിഥിലമാണ് എന്ത്? തകർന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ആണ് എന്ത്? ശിഥിലം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. എന്താണ്? ആരോഗ്യ ശരീരം, അരോഗ്യ ശരീരം, അരോഗ ശരീരം, അരോഗ ശരീരം. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അരോഗ ശരീരം എന്നുള്ളതാണ്. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ എങ്ങനെ പറയും? പോട്ടവൻ എന്നും പറയും, പോട്ടെ അവൻ എന്നും പറയും. ഇതിൽ രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരേണ്ടത്. പിരിച്ചെഴുതുക. കാട്ടിനേൻ. കാട്ടിനേൻ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? കാട്ടി പ്ലസ് ഏൻ ആണ് കാട്ടിനേൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടുകൂടി. സ്നേഹോദര ഭാവമല്ല, സ്നേഹാദര ഭാവമാണ്. ഇനി ഇവിടെ നോക്കിക്കേ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. തെറ്റ് വായിച്ചു നോക്കിയേ. സ്നേഹോദാരം കണ്ടോ? സ്നേഹ ഉദാരം, സ്നേഹോദരം കണ്ടോ? തിരിച്ച് ഈ ഒരു ഒറ്റ വേർഡിലാണ് അവർ തെറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? സ്നേഹാദര ഭാവത്തോടു കൂടി എന്നാണ് പറയേണ്ടത്. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിനെ യോജിച്ച മലയാള വിവർത്തനം. നോ ആക്ഷൻ സീംസ്, അതായത് കറക്റ്റ് വായിച്ചു പഠിച്ചു വെക്കുക, വേറെ ഒന്നും വായിക്കേണ്ട, നിങ്ങൾ കറക്റ്റ് മാത്രം വായിച്ചു പഠിച്ചു വെക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അതായത് നമ്മുടെ ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും ഈ നമ്മുടെ ഒഫീഷ്യൽ ടൈംസ് ഒത്തിരി പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു വിട്ടിട്ട് പോകണം കേട്ടോ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്, എന്താണ്? നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. തേൻ എന്നർത്ഥം വരുന്ന പദമേത്? തേൻ. തേൻ എന്ന് പറയുന്ന ഏതാണ്? മധൂലി. മധൂലിയാണ് തേൻ. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, അല്ലെ? കുത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. എതിർലിംഗം ചെട്ടിച്ചി. ശരിക്കും ചെട്ടി എന്ന് പറയും, പക്ഷെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പട്ടുടുത്തവൻ ആരാണ്? മഞ്ഞപ്പട്ടുടുത്തവനാണ് പീതാംബരൻ. പീതാംബരനാണ് മഞ്ഞപ്പട്ടുടുത്തവൻ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഫൈനൽ ആൻസർ കീ പ്രകാരം ഇവിടെ എല്ലാം ശരി എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ തിടുക്കവും വേഗവും എനിക്ക് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ സ്ഥൈര്യം, ഉറപ്പ്, ഇത് രണ്ടും ഏകദേശം, സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ ക്ഷമ, ഉറപ്പ്, ആ ഒരു മീനിങ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയില്ല, ലാസ്റ്റ് അവർ തന്നിരുന്ന ഫൈനൽ ആൻസർ കീ പ്രകാരം എല്ലാം ശരിയെന്നാണ് തന്നിരിക്കുന്നത്. മലയാളം ആധികാരികമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ പദം? വിദ്യുത് ശക്തി. ഓപ്ഷൻ ബി ആണ് ശരിയായ പദം. നമുക്ക് എപ്പോഴും ഇതാണോ എന്നായിരിക്കും ഡൗട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, വിദ്യുത് ശക്തി ഇതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഈ വിസ്തീർണമുള്ള, വിസ്താരമായ, വിസ്തീർണമായ, വിസ്തീർണതയോടെയുള്ള, ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ. എനിക്ക് തലവേദനയുണ്ട്. വേദനയാണ് പറയുന്നത്. ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് എന്നാണ് പറയേണ്ടത് കേട്ടോ. സഫറിങ് ഫ്രം ആണ്. അറിയാനുള്ള ആഗ്രഹമാണ് ആര്? ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നവനെയാണ് ജിജ്ഞാസു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം. പക്ഷിക്കൂട് ഏതാണ്? നീഡമാണ് പക്ഷിക്കൂട്.
ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദമാണ് എന്ത്? വാഗ്വാദം. വാഗ്വാദമാണ് വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. അമരം എന്ന പദത്തിന്റെ വിപരീതം അമരം. അമരമാണ് അണിയം. അമരത്തും അണിയത്തും ആൾക്കാർ നമ്മൾ വഞ്ചിയിലൊക്കെ പറയത്തില്ലേ, അമരത്തുണ്ട് ആള്, ഇവിടെയാണ് അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്താനാണ്. പഴഞ്ചൊല്ല്, ശൈലി, കടങ്കഥ എല്ലാം തിരിഞ്ഞു പോകരുത്. എന്താണ് ഇവിടുത്തെ പഴഞ്ചൊല്ല്? അധികമായാൽ അമൃതം വിഷം, ഇതാണ് ഇവിടുത്തെ പഴഞ്ചൊല്ല്. ഞെട്ടില്ല വട്ടയില്ല, അതെന്താണ്? അത് ഒരു കടങ്കഥയാണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. ശരി ഉത്തരം തിരഞ്ഞെടുത്തുക. താവഴി. താവഴിക്ക് എന്താണ്? തായ് പ്ലസ് വഴിയാണ് താവഴി എന്ന് പറയുന്നത്. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ്? പെങ്ങൾ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ അവിടെ എന്ത് വചനമാണ്? അത് ഏകവചനമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എന്താണ് ശരിയായത്? അടിമത്തം. അടിമത്തമാണ് ശരിയായിട്ട് വരേണ്ടത്. അടിമത്തമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, തെറ്റാണ്. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് അധ്യാപകൻ ആരാണ്? ഒരു വ്യക്തത ഇല്ലാത്തതാണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായി വരുന്നത്. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. അപ്പൊ എന്താണ് ശരിക്കും? നമുക്ക് ഇതാണ് വരേണ്ടത്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. എന്താണ്? പലതുള്ളി പെരുവെള്ളം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തതാണ് വേണ്ടത്. ഏതാണ് പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത്? ചലമാണ്. ചലം. ഗിരിയ പർവ്വതമാണ്, നഖം പർവ്വതമാണ്, ശൈലം പർവ്വതമാണ്. ജംഗമം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ജംഗമം. ജംഗമം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാവരം. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ, അപ്പൊ സ്ഥാവരമാണ്. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് കർഷക. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്താ? കയ്യും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ്? വിൺ പ്ലസ് തലമാണ് വിണ്ടലം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളാണ് ആര്? കഞ്ച നേർമിഴി. കഞ്ച നേർമിഴി, അത് തിരിച്ചും പഠിച്ചു വെക്കണേ. കഞ്ച നേർമിഴി എന്താണ്? കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ. വിഗ്രഹിച്ചെഴുതാനും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത്. അങ്ങാടി, കമ്പോളം, ആപണകം എല്ലാം എന്താണ്? മാർക്കറ്റ്, ചന്ത എന്നൊക്കെ പറയുന്നത്. അപ്പൊ തെരുവാണ് സമാന പദം അല്ലാത്തത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമായിരുന്നു നമ്മുടെ ഡിഗ്രി ലെവലിന്റെ 7 ലെവലായിട്ട് 7 ക്വസ്റ്റ്യൻ പേപ്പറോളം ഉണ്ടായിരുന്നു 2024 നടത്തിയത്. ആ 7ഉം ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം 70 മാർക്കിന്റെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.